യുറുഗ്വ വേഴ്സസ് കേപ്പ് വെർദെ മാച്ച് ഇങ്ങനെ പോവുകയാണെച്ചാൽ യുറുഗ്വയ്ക്ക് നല്ലതല്ല. കാരണം അവർ കേപ്പ് വെർദെക്കെതിരെ 2-2 ഡ്രോയാണ് ചെയ്തത്. കേപ്പ് വെർദെ അവരെ ഫസ്റ്റ് എവർ വേൾഡ് കപ്പ് ഗോൾ സ്കോർ ചെയ്തു. നെതർലാൻഡ്സ് വേഴ്സസ് സ്വീഡൻ മത്സരം, ആ മത്സരം 5-1 നെതർലാൻഡ്സിൻ്റെ ഒരു വമ്പം വിജയത്തിലാണ് അവസാനിച്ചത്. ട്യൂണീഷ്യ വേഴ്സസ് ജപ്പാൻ മത്സരം, ആ മത്സരത്തിൽ ജപ്പാൻ 4 ഗോളുകൾ സ്കോർ ചെയ്തു ട്യൂണീഷ്യനെ തോൽപ്പിച്ചു. ജർമ്മനി വേഴ്സസ് ഐവറി കോസ്റ്റ് മാച്ചിൽ ഐവറി കോസ്റ്റാണ് ജർമ്മനിക്കെതിരെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത്. പിന്നെ അതിനുശേഷം ജർമ്മനിക്കായി ഉണ്ടോവ ഇറങ്ങി 2 ഗോളുകൾ സ്കോർ ചെയ്തു ഉണ്ടോവ. പിന്നെ അതിനുശേഷം നടന്ന മത്സരം ഈജിപ്ത് വേഴ്സസ് ന്യൂസിലാൻഡ് മാച്ചിൽ ഈജിപ്ത് ന്യൂസിലാൻഡിനെ 3-1 തോൽപ്പിച്ചു. മോസലയുടെ ഫസ്റ്റ് എവർ ഈ വേൾഡ് കപ്പിൽ ഫസ്റ്റ് അസിസ്റ്റ് ആൻഡ് ഗോൾസ് മോസല സ്കോർ ചെയ്തു. പിന്നെ ബെൽജിയം വേഴ്സസ് ഇറാൻ മത്സരം, അതൊരു ഡ്രോയിലാണ് അവസാനിച്ചത്. ഇരു ടീമുകളും ഗോൾ സ്കോർ ചെയ്തില്ല. ബെൽജിയത്തിന് അവരുടെ ഗോൾഡൻ എറ ഡയമണ്ട് എറ കൊടുത്തൊന്നും കാര്യമില്ല. കാരണം അവർക്ക് പറഞ്ഞിട്ടുള്ളതെന്നല്ല ഈ വേൾഡ് കപ്പ്. പിന്നെ ആ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ചായ ഇറാൻ്റെ ഗോൾ കീപ്പർ സേവ് വെച്ചാണ് ആ ഗോൾ കീപ്പർ നടത്തിയത്. ആ ഗോൾ കീപ്പറുടെ റേറ്റിംഗ് ഐ തിങ്ക് 10.10 റേറ്റിംഗ് ആണ് കൊടുത്തത്. പിന്നെ ബെൽജിയം അവരുടെ ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ. സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ മത്സരം, സ്പെയിൻ ആ മത്സരത്തിന് മുന്നേ സൗദി അറേബ്യ ഫാൻസ് ലമിൻ യമാനെ പറ്റി നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ലമിൻ യമാനെ ട്രോളി. പിന്നെ അതിനുശേഷം ലമിൻ യമാലിൻ്റെ ഒരു റിപ്ലൈ, അതൊരു കിഡ്ലർ റിപ്ലൈ ആയിരുന്നു. ലമിൻ യമാലിൻ്റെ ഫസ്റ്റ് എവർ വേൾഡ് കപ്പ് ഗോള് യമാൽ സൗദി അറേബ്യക്കെതിരെ സ്കോർ ചെയ്ത് ആ ചാൻസിനെതിരെ റിപ്ലൈ കൊടുത്തു. പിന്നെ സ്പെയിനായി വേറെ ഗോൾ സ്കോർ ചെയ്തത് ഒയാസബാലിൻ്റെ ഒരു ബ്രൈസ്, ലമിൻ യമാലിൻ്റെ ഒരു 10ാമത്തെ മിനിറ്റ് ഗോള്, പിന്നെ ഒരു സൗദി അറേബ്യ പ്ലെയറിൻ്റെ ഒരു ഓൺ ഗോളായിരുന്നു അത്. പിന്നെ ഇക്വഡോർ വേഴ്സസ് കുറക്കാവ മാച്ച്, ഈ മത്സരങ്ങളൊക്കെ കൂടുതൽ ഗോൾ കീപ്പേഴ്സാണ് ഗൈസ് നല്ല പെർഫോമൻസ് നടത്തുന്നത്. കുറക്കാവൻ്റെ ഗോൾ കീപ്പർ നല്ല പെർഫോമൻസ് നടത്തിയ ഗോൾ കീപ്പറായിരുന്നു ആ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്.